വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ അമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബേബീസിൻ്റെ ഈ മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേബീസിൻ്റെ ഡയപ്പർ. അപ്പോൾ ഡയപ്പറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡയപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ കുറേ കമ്പനികൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്ത കമ്പനികളുടെ ഇത് പറയാട്ടോ. ഞാൻ ലിറ്റിൽ ഏഞ്ചൽ, അതേപോലെ മാമിപ്പോക്കോ, ടെഡി, സ്നഗ്ഗി, ഹഗ്ഗീസ്, പാമ്പേഴ്സ്, പിന്നെ ഇപ്പോൾ ഒരു ഭൂമി പാൻറ്റി എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അതും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പാമ്പേഴ്സിന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഡൈപ്പേഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കമൻറ്റ് ചെയ്യണം, മറക്കരുത്. പിന്നെ ഞാൻ ഈ കാര്യത്തിലേക്ക് വരാണ്. എന്താണെന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും പൊട്ട, ഏറ്റവും നല്ലത് ഏതാ, അതേപോലെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഏതാണ്, റാഷ് ഉണ്ടാകാതിരിക്കുന്നത് ഏതാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. ഒക്കെ ഞാൻ ഇപ്പോൾ കാര്യത്തിലേക്ക് പോവാണ്. അധികം ഇങ്ങനെ വലിച്ചു നീട്ടി പോകുന്നില്ല. അപ്പോൾ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യത്തിൽ പറയാണ്. അപ്പോൾ ഫസ്റ്റ് മാമിപ്പോക്കോ ആണ് ഏറ്റവും നല്ലത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ലത്. അത് അധികം എന്താ പറയുക, ലോങ് ലാസ്റ്റ്, കുറച്ച് അധികം എന്ന് പറയില്ല, കുറച്ച് ലോങ് ലാസ്റ്റിക് ആണ്. ഒരു 3 മണിക്കൂറൊക്കെ ലോങ് ലാസ്റ്റിക് ആയിട്ട് കിട്ടും. പിന്നെ അധികം അങ്ങനെ തൂങ്ങില്ല. സഞ്ചി പോലെ അടിയിലേക്ക് കിടാങ്ങൾക്ക് ഇങ്ങനെ ഭാരം വലിച്ച് നടക്കുന്ന പോലെ ഫീൽ ചെയ്യില്ല. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ടെഡി കുഴപ്പമില്ല. ടെഡിയും അത്യാവശ്യം നല്ലതാണ്. ഇതേ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ ലോങ് ലാസ്റ്റിക് അത്രയല്ല, കുറച്ച് കുറവാണ്. പിന്നെ വരുന്നത് സ്നഗ്ഗി. 2 ടൈപ്പ് ഡൈപ്പേഴ്സ് വരുന്നുണ്ട്. അതിൽ 2 ടൈപ്സ് വരുന്നതിൽ ഒരു ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ വരുന്നുണ്ട്, പിന്നെ ഒരു വയലറ്റ് കളർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം രണ്ടും ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കാം. ഇവിടെ ബ്ലൂ, ഇവിടെ വയലറ്റ് കളർ. ഓക്കെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കുറച്ച് ലോങ് ലാസ്റ്റ് കിട്ടും. അധികം ഇങ്ങനെ അടിയിലേക്ക് നീണ്ടു പോയില്ല. സഞ്ചി പോലെ കിടാങ്ങൾക്ക്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ടൈപ്പിൽ പോവില്ല. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് പറയുന്നത് മറ്റേ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ആ ഡൈപ്പർ. രണ്ടാമത്തെ പറഞ്ഞ വയലറ്റ് കളറുള്ള ഡൈപ്പറില്ലേ, ഭയങ്കര സോഫ്റ്റ് ആണ്. പക്ഷെ അത് ലോങ് ലാസ്റ്റിക് അല്ല. അതിൻ്റെ അരയ്ക്ക് ഇവിടെ നിങ്ങളുടെ ഇപ്പം ഇത് ഡൈപ്പർ ആണെങ്കിൽ ഇതിന് അരയ്ക്ക് താഴത്തുള്ള ഭാഗം മറ്റേ ഗമ്മ്, അതിൻ്റെ ഗമ്മ് വിട്ട് പോവും. കിടാങ്ങൾ ഇട്ടിട്ട് നടക്കണ നേരത്ത് ഒരു വട്ടം 2 വട്ടമൊക്കെ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഗമ്മ് പോവും. അപ്പോൾ അത് ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങിയിട്ട് താഴത്തേക്ക് തൂങ്ങിപ്പോവും. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ എന്ന് പറയുന്നത് നല്ലതെന്ന് പറയണത് ഇത്രേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു പാമ്പർ ഞാൻ പറഞ്ഞില്ലേ, ഭൂമി ഡൈപ്സ്. ഓക്കെ, അത് നല്ല ഡൈപ്സാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ 6 മണിക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു 10 മണിക്കാകുമ്പോൾ മാറ്റുള്ളൂ. ആ ടൈമിൽ കുളിക്കുന്ന ടൈമിലാകുമ്പോൾ മാറ്റുള്ളൂ. അപ്പോൾ അതുവരെ ലോങ് ലാസ്റ്റിക് ആയ സംഭവം നിൽക്കും, തൂങ്ങില്ല, അധികം വെയിറ്റ് ഇങ്ങനെ ഫീൽ ചെയ്യില്ല കുട്ടികൾക്ക്. പിന്നെ ലീക്കേജ് ഇല്ല, റാഷസ് വരില്ല, അങ്ങനെ കുറച്ച് ഗുണമുണ്ട് അതിന്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതാണ്. ഞാൻ കുറച്ച് പാമ്പേഴ്സ് യൂസ് ചെയ്തതിൽ ഞാൻ ഈ യൂസ് ചെയ്തൊക്കെ ചിലപ്പോൾ ഒരു വട്ടം ഞാൻ എനിക്ക് ട്വിൻസാണ്, എന്താ പറയുക, 2 ബോയ്സാണ്. അപ്പോൾ ഞാൻ വലിയ പാക്കേജാണ് വാങ്ങുക, സ്മോൾ വാങ്ങാറില്ല. സ്മോൾ 78 എണ്ണത്തിൻ്റെ വലിയ ഒരു സഞ്ചിയായിട്ട് വാങ്ങാറ്. അപ്പോൾ ഞാനത് ഓരോ വട്ടം വാങ്ങുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അതിൽ എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഗുണം എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു പാമ്പർ ഞാൻ പറഞ്ഞില്ലേ, ഭൂമി ഡൈപ്സ്. ഓക്കെ, അത് നല്ല ഡൈപ്സാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ 6 മണിക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു 10 മണിക്കാകുമ്പോൾ മാറ്റുള്ളൂ. ആ ടൈമിൽ കുളിക്കുന്ന ടൈമിലാകുമ്പോൾ മാറ്റുള്ളൂ. അപ്പോൾ അതുവരെ ലോങ് ലാസ്റ്റിക് ആയ സംഭവം നിൽക്കും, തൂങ്ങില്ല, അധികം വെയിറ്റ് ഇങ്ങനെ ഫീൽ ചെയ്യില്ല കുട്ടികൾക്ക്. പിന്നെ ലീക്കേജ് ഇല്ല, റാഷസ് വരില്ല, അങ്ങനെ കുറച്ച് ഗുണമുണ്ട് അതിന്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതാണ്. ഞാൻ കുറച്ച് പാമ്പേഴ്സ് യൂസ് ചെയ്തതിൽ ഞാൻ ഈ യൂസ് ചെയ്തൊക്കെ ചിലപ്പോൾ ഒരു വട്ടം ഞാൻ എനിക്ക് ട്വിൻസാണ്, എന്താ പറയുക, 2 ബോയ്സാണ്. അപ്പോൾ ഞാൻ വലിയ പാക്കേജാണ് വാങ്ങുക, സ്മോൾ വാങ്ങാറില്ല. സ്മോൾ 78 എണ്ണത്തിൻ്റെ വലിയ ഒരു സഞ്ചിയായിട്ട് വാങ്ങാറ്. അപ്പോൾ ഞാനത് ഓരോ വട്ടം വാങ്ങുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അതിൽ എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഗുണം എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല പാമ്പേഴ്സിനെ കുറിച്ച്. ഇനി നല്ല ഡൈപ്പേഴ്സിനെ കുറിച്ച് ഇനി നമുക്ക് പൊട്ട ഡൈപ്പേഴ്സിലേക്ക് കിടക്കാം. ഏറ്റവും ബാഡ്, നമ്പർ 1 ഏറ്റവും ബാഡ് നമ്മുടെ പാമ്പേഴ്സിൽ പരസ്യത്തിൽ നമ്മൾ ടി വിയിലൊക്കെ പരസ്യം കാണുന്നുണ്ട്. പരസ്യത്തിൽ ഏറ്റവും ബെറ്ററാണ്, റാഷസ് ഉണ്ടാവില്ല, അതേപോലെ ലോങ് ലാസ്റ്റിക് ആണ്, കുട്ടികൾ നല്ല സുഖമായിട്ട് ഉറങ്ങും എന്നൊക്കെ പറയണേ.
അതൊക്കെ മൊത്തം പറ്റിപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാമ്പേഴ്സ് വാങ്ങി നമുക്ക് അവർക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാമ്പേഴ്സിൻ്റെ ഒരു കുറച്ച് അരമണിക്കൂർ ആകുമ്പോഴത്തേനും അത് ലീക്കേജ് വരണു, പിന്നെ അത് നന്നായിട്ട് തൂങ്ങുന്നു, അതിൻ്റെ ഗമ്മൊക്കെ വിട്ടു പോകും. ചിലപ്പോൾ ജെല്ല് പുറത്തേക്ക് വരും. കളാങ്ങടി കളിക്കുകയൊക്കെ ചാടുമ്പോൾ ഇവ മൂത്രം ഒഴിച്ചിട്ട് 2 വട്ടയ്ക്ക് മൂത്രം ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേനും അത് ലീക്കേജ് ആയിട്ട് അതിൻ്റെ മറ്റേ ജെല്ലൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത് ഏറ്റവും ബാഡാണ്. ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല, എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര സോഫ്റ്റാണ് അത്, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, അത് യൂസ്ഫുൾ അല്ല നമുക്ക്. അവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് കളയുമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹണി ബെന്നി എന്നിട്ടൊരു വയലറ്റ് കളറിൽ വരുന്നുണ്ട് ഡയപ്പർ. അത് കൊള്ളില്ല, അതും എനിക്കിഷ്ടമായില്ല. അതും പൊട്ട ഡയപ്പറാണ്. പിന്നെ യൂസ് ചെയ്തതിൽ 2 മാത്രം പൊട്ടയായിട്ട് തോന്നുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഏതാ നല്ലത്, ഏതാ പൊട്ടയായിട്ട് തോന്നുന്നത് വെച്ച് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയാം, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബേബീസിന് ഏത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് ഏറ്റവും നല്ലത്, പിന്നെ നമുക്ക് വില കുറവിന് എവിടെ നിന്നൊക്കെ കിട്ടാം ഡയപ്പർ, ഏറ്റവും നല്ല ഡയപ്പർ, അങ്ങനെയൊക്കെ പറയാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഡയപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു, ബുമ്മി പാൻസ്. ഓക്കെ, സോറി, ക്ഷമിക്കണം, തെറ്റിപ്പോയി. ബുമ്മി പാൻസ്, അത് ഞാൻ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിക് ആണ്. ഞാൻ അതിൻ്റെ ഒരെണ്ണം കാണിച്ചു തരാം. അത് വിലയും കുറവാണ്, കാരണം 78 പീസ് ഉണ്ട്, സ്മോൾ സൈസും. അപ്പോൾ അത് 442 രൂപയ്ക്കാണ് കിട്ടുന്നത്. നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. ചിലപ്പോൾ അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പോയി വാങ്ങിയിരുന്നപ്പോൾ ഇതേ വില തന്നെയായിരുന്നു. ചിലപ്പോൾ ഒരു വില കൂടുതലായിരിക്കും, നമുക്കറിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ കറക്റ്റുള്ള പൈസയിലാണ് കിട്ടാറ്. ഓക്കെ, ചില ദിവസങ്ങളിൽ സ്നഗ്ഗി, ഞാൻ പറഞ്ഞില്ലേ സ്നഗ്ഗി ഞാൻ വാങ്ങാറുണ്ട്. സ്നഗ്ഗി ഇതേപോലെ 2-3 വട്ടം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം സ്നഗ്ഗിക്ക് ആദ്യം 445 ആയിരുന്നു, പിന്നെ ഇപ്പം 555 രൂപ ആയി. അപ്പോൾ സ്നഗ്ഗിയുടെ വില കൂടുന്നതനുസരിച്ച് നമ്മൾ അടുത്ത് നോക്കും ഏറ്റവും ബെസ്റ്റ് ഏതാണ്. അപ്പോൾ ഓരോ പാമ്പേഴ്സ് മാറ്റി യൂസ് ചെയ്യുമ്പോൾ അതിന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സേഫായത്, ഏറ്റവും നമുക്ക് സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പം, അതായത് എന്താ പറയുക, പൈസ കുറവുള്ളത്, അതായത് പൈസ കുറവായിരിക്കണം, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെയുള്ള ഡയപ്പേഴ്സ് നിങ്ങൾ പറയണം. അതാകുമ്പോൾ എല്ലാം സാധാരണക്കാരായ അമ്മമാർക്ക് എല്ലാവർക്കും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാമ്പേഴ്സിന് എല്ലാതും നമ്മുടെ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ വില കുറവാണ്, കാരണം ഓഫേഴ്സ് ഉണ്ടാവും. നമ്മൾ മറ്റു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് വാങ്ങണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ലവ് യു.